പാലായിലെ ഒരു സഹോദരൻ ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ? ആ സാക്ഷ്യം എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട്, എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാ, പക്ഷേ അദ്ദേഹം ഒരു യൂത്താണ്. അദ്ദേഹം പറയുന്ന സാക്ഷ്യം എന്ന് പറയണത്, അത് ഉടമ്പടി വെക്കുന്ന കാര്യങ്ങൾ ലഭിച്ചില്ലെങ്കിലും കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്കൊരവസരം തന്നല്ലോ, അങ്ങനെയാണ് പറയണത് ഇല്ലേ? കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്കൊരവസരം തന്നല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? അതിലൂടെ, പ്രാർത്ഥനയുടെ നമുക്ക് ലഭിക്കണത് എന്താണ്? ശക്തീകരണമാണ്. അതിൻ്റെ മീൻസ് എപ്പോഴായാലും വിഷയം കർത്താവ് ഇടപെട്ടിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് അനുഗ്രഹം. എൻ്റെ റിസൾട്ട് തോറ്റാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം മുടക്കത്തില്ലെന്നാണ് പറയണത്. ബൈക്ക് എടുത്തുകൊണ്ട് എല്ലാ വീടുകളിലും കൊണ്ടുപോയി പത്രം കൊടുത്തിരിക്കുക. പ്രേക്ഷിത പ്രവർത്തനമാണ്, സത്യം പറഞ്ഞ ഒരു ശുശ്രൂഷയാണ്. പത്രം കൊടുക്കുക എന്ന് പറയുമ്പോൾ പ്രേക്ഷിത പത്രമാണ്. നിങ്ങൾ തന്നെ പലരും ഇവിടെ വന്നിരിക്കണത് പത്രത്തിലൂടെ കർത്താവ് പ്രവർത്തിച്ച സന്ധിപ്പ് കണ്ടാണ്. എൻ്റെ മക്കളെ ആശ്വാസം കർത്താവ് തരും എന്ന് വിചാരിച്ചുകൊണ്ട് വന്നതാണ്. ആ വിചാരം വിശുദ്ധവും ശക്തവുമാണ്, അത് സത്യമാണ്. വേറെ ഒരു ചേച്ചി എന്നാ പറഞ്ഞത്, അവർ പാലക്കാടാണ്, അവിടെ ആവശ്യത്തിന് പത്രമുണ്ട് അവരുടെ ഇടവകയിൽ. അത് കാരണം എന്നാ പറ്റി, ആൾക്കാരെ തിരക്കിപ്പോവുകയാണ്. തൃശ്ശൂർ വിമലഹൃദയം പള്ളി വന്നിട്ട് അവിടെ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നത് കാരണം അവിടെ നിന്ന് കൊടുത്തെന്നാണ് പറയണത്. ആ സാക്ഷ്യം കേട്ടില്ലേ? അവരാണ് പോയി ഉടമ്പടി തൈലം അനുജിത്തിയുടെ മകൻ്റെ ശരീരത്തെ വിശ്വാസ പ്രമാണത്തിൽ തൊട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ബോൺമാരോ വേണ്ടെന്നല്ലേ ഡോക്ടർ പറയണത്. അത് പറയണതല്ല പ്രശ്നം, ഇവരാണ് ആദ്യം പറയേണ്ടത്, നീ 2 ദിവസം കഴിയുമ്പോൾ എഴുന്നേറ്റ് പോരുമെന്ന്. ഉടമ്പടി തൈലം തേച്ചതിന് ശേഷം ഇവരെന്നാ പറയണത്, 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് പോരും. അതാണ് വാഗ്ദാന പേടകമെന്ന് പറയണത്. എന്ന് വെച്ചാൽ വാഗ്ദാന പേടകമായി നമ്മൾ രൂപാന്തരപ്പെട്ട് വരും ഉടമ്പടി ചെയ്യുമ്പോൾ. എന്താണ് സംഭവിക്കുന്നത് വാഗ്ദാന പേടകത്തിൽ എന്താണുള്ളത്? പഴയ വാഗ്ദാന പേടകത്തിലായാലും പുതിയ വാഗ്ദാന പേടകത്തിലായാലും എന്താണുള്ളത്? ദൈവത്തിൻ്റെ വചനം. അപ്പം ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ പാലിക്കണത്. എങ്ങനെ പാലിക്കും? ദൈവത്തിൻ്റെ വചനം പാലിക്കുമ്പോൾ എളിമപ്പെടേണ്ടി വരും. ഉടമ്പടി എപ്പോഴും നമ്മൾ എളിമയാക്കും. അതുകൊണ്ടാണ് കർത്താവ് ഉടമ്പടി ചെയ്യണ മുമ്പ് കച്ചയെടുത്ത് ചുറ്റിയത്. ഉടമ്പടി ചെയ്യുന്ന കർത്താവ് കച്ചയെടുത്ത് ചുറ്റി. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ, ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. പരസ്പരം പാദങ്ങൾ കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തറവാടിത്തം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ജോലി, നമ്മുടെ വില, ഈ ഭൂമുഖത്തു നിന്ന് നമ്മൾ ആർജിച്ചെടുത്ത എല്ലാ സംഭവങ്ങളുടെയും വസ്ത്രം അഴിച്ചു വെക്കണം. കർത്താവ് മേലങ്കി അഴിച്ചു വെച്ചു. അല്ല ഞാൻ സാറാണ്, ഞാൻ ഉദ്യോഗസ്ഥനാണ്, എനിക്ക് പത്രം കൊടുക്കാൻ പറ്റത്തില്ല എന്നും പറയരുത്. കാര്യം അങ്ങനെയുള്ള എല്ലാം അഴിച്ചു വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഉടമ്പടി ചെയ്താൽ ഉടമ്പടി പാലിക്കണം. ഉടമ്പടി പാലിച്ചില്ലെങ്കിൽ കർത്താവ് ഇറങ്ങിപ്പോരും. അതാണ് പ്രശ്നം. ഉടമ്പടിയുടെ നിബന്ധനകളാണ് നമ്മൾ അവകാശികളാക്കണത്. ജോഷുവ ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടു, ആയിങ്കാരുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടു. കാര്യം അണ്ടർ എസ്റ്റിമേഷൻ വന്നു. ആയും പട്ടണം നോക്കാൻ പോയവർ തിരിച്ചു വന്നിട്ട് തെറ്റായ ഇൻഫർമേഷനാണ് ജോഷുവയ്ക്ക് കൊടുത്തത്. നമ്മളെല്ലാം കൂടി കെട്ടിയിറങ്ങി അങ്ങോട്ട് പോകേണ്ട ഒരു കഥയുമില്ല. ഒരു 3000 പേരെ അവിടെ ഉള്ളൂ. 3000 പേരെ നമ്മളും വിട്ട് കഴിഞ്ഞാൽ ആ പട്ടണം നമ്മൾക്ക് അധീനമാകും. പക്ഷേ ഇവർ 3000 പേരെ വിട്ടു. ആയങ്കാർ ഇവരെ കൊന്നുകളഞ്ഞു. അതോടുകൂടി ജോഷുവ വസ്ത്രം കീറി കർത്താവിനോട് ചോദിച്ചു, എന്താണ്
ഞങ്ങൾ വാഗ്ദാന പേടകം ഉണ്ടായിട്ടും ഞങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടെന്ന് ചോദിച്ചു. വാഗ്ദാന പേടകം ഉണ്ടായിട്ടും ഉടമ്പടി ചെയ്തിട്ടും ഞങ്ങൾ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടെന്ന് ജോഷുവ ചോദിക്കുമ്പോൾ കർത്താവ് പറയണ ഒരു മറുപടിയുണ്ട്, ഞാൻ നിങ്ങളെ വിട്ടുപോയെന്ന്. എന്തുകൊണ്ട് വിട്ടുപോയി? നീ ഉടമ്പടി നിബന്ധന പാലിച്ചില്ല. ഉടമ്പടി നിബന്ധനയ്ക്ക് നിഷിദ്ധമായ വസ്തുക്കൾ നിങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ എന്നാ ചെയ്തത്? ഉടമ്പടി പുനഃസ്ഥാപിക്കാൻ വേണ്ടി ജോഷുവ 1 by 1 ആയിട്ട് ആൾക്കാരെ വിളിച്ചു. അവസാനം ആഖോൻ വന്നു. ആഖോൻ പറഞ്ഞു, കർത്താവിൻ്റെ ജനത്തിനുമെതിരെ നീ ഉടമ്പടി തെറ്റിച്ചിരിക്കുന്നു, എന്താണ് നീ ചെയ്തതെന്ന് പറയുക. അപ്പോൾ ആഖോൻ പറഞ്ഞു, ജെറിക്കോ പട്ടണം ഞങ്ങൾ വളഞ്ഞപ്പോൾ ഷീനാറിൽ വെച്ച് എനിക്കൊരു മേലങ്കി കിട്ടി, അത് ഞാൻ ഒളിച്ചു കൊണ്ടുവന്ന് കൂടാരത്തിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ദുഷ്ട, നീ കർത്താവിന് ജനത്തെ കൊലക്ക് കൊടുത്തില്ലേ? കൂടാരത്തിൽ ചെന്ന് നോക്കിയപ്പോൾ മേലങ്കി മാത്രമല്ല, 200 ഷെക്കൽ വെള്ളി, 50 ഷെക്കൽ സ്വർണം കട്ടെടുത്തതാ. കണ്ടവൻ്റെ മുതൽ കയ്യിലിരിക്കുക. കണ്ടവൻ്റെ മുതൽ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടി വ്യർത്ഥമാകും. കണ്ടവൻ്റെ മുതൽ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടി വ്യർത്ഥമാവും. കട്ട മുതൽ, നീ അധ്വാനിക്കാത്ത മുതൽ, തന്തത്തിൽ ഒപ്പിച്ചെടുത്ത മുതൽ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നീ കർത്താവിനെതിരെ തെറ്റുകാരനാകുമ്പോൾ ജോഷുവ 7:12 സംഭവിക്കും. ജോഷുവ 7:12 കർത്താവിൻ്റെ സാന്നിധ്യം നിന്നെ വിട്ടുപോകും. ഉടമ്പടിയുടെ വാഗ്ദാനം എന്ന് പറയണത് ഉടമ്പടി നിന്നെ ദൈവത്തിൻ്റെ സ്വന്തമാക്കുന്നു. സ്വന്തമാക്കപ്പെട്ടവന് അവകാശമുണ്ട്. അവകാശമെന്ന് പറയണത് എല്ലാത്തിനേക്കുളുപരി കർത്താവിൻ്റെ സാന്നിധ്യമാണ്. നീ ഉടമ്പടി ചെയ്യുമ്പോൾ, ഇപ്പോഴും നിങ്ങൾ യൂട്യൂബ് ശ്രദ്ധിച്ച് നോക്കിക്കേ, 7 വ്യക്തികളാണ് അമ്മയെ അവിടെ വീട്ടിൽ കണ്ടുവെന്നും പറഞ്ഞുകൊണ്ട് സാക്ഷ്യം നൽകിയിരിക്കണത്. മറ്റുള്ളവർ വ്യക്തികൾ വീട്ടിൽ കണ്ടില്ല എന്നല്ല അർത്ഥം. ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മുടെ വാഗ്ദാനപ്രകാരം നമ്മുടെ അവകാശമാണ് അമ്മയുടെ സാന്നിധ്യം. അപ്പോൾ അമ്മയുടെ കുറേ ആൾക്കാർക്ക് ആ സാന്നിധ്യം ദൃശ്യമാകുന്നു. ദൃശ്യമാകാത്തുള്ള കൂടെയും അമ്മയുടെ സാന്നിധ്യം അതായത് കണ്ടിപ്പായിട്ടുണ്ട്. ദൃശ്യമാകുന്നില്ല എന്നുണ്ടെങ്കിലും കൃത്യമായിട്ടും കണിശമായിട്ടും അമ്മ സാന്നിധ്യമുണ്ട്. എന്താണ്? ഐ വിൽ കം വിത്ത് യു എന്നുള്ളത് ഉടമ്പടിയുടെ വാഗ്ദാനമാണ്. ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്നുള്ളത്. വന്നതുകൊണ്ടല്ലേ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനോ ചിന്തിക്കാനോ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തു മാറുന്നതും സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അത് വരികൾക്കിടയിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കണം. മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത് അവൻ്റെ ബുദ്ധിക്ക്, ശേഷിക്ക്, ശേമുഷിക്ക് ഒന്നും കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മനുഷ്യൻ നേടുന്നത്. ആ സർട്ടിഫിക്കറ്റിൻ്റെ ചരിത്രം നോക്കിക്കേ. ആ സർട്ടിഫിക്കറ്റ് മിസ്സായെന്ന് പറഞ്ഞില്ലേ? അവർ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ആ സർട്ടിഫിക്കറ്റിൽ ആ കോട്ടയം MG യൂണിവേഴ്സിറ്റിയിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹോൾഡുള്ളൊരു വ്യക്തിയെ അമ്മ കണ്ടുപിടിച്ച് തൂക്കിക്കൊണ്ടുവന്ന് അവിടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. എന്താണ് നിങ്ങൾ അന്വേഷിക്കണമെന്ന് ചോദിക്കും. അപ്പം ഞാൻ സർട്ടിഫിക്കറ്റ് വന്നതാണ്. എന്ത് പറ്റി? ഡ്യൂപ്ലിക്കേറ്റ് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഒരു വെയിറ്റ് മിനിറ്റ് എന്ന് പറയും. അവർ നേരെ വിളിക്കുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ആളുണ്ടാകുന്നു, അവരെടുക്കുന്നു, അവർ നോക്കുന്നു, അത് കണ്ടുപിടിക്കുന്നു, തിരിച്ചു പറയുന്നു. എല്ലാം സെക്കൻഡുകൾക്കുള്ള നടക്കുന്നത്. ഇതൊന്നും നമുക്ക് നടക്കണതല്ല. ഐ വിൽ കം വിത്ത് യു, ഞാൻ നിന്റെ കൂടെ വരും. സർട്ടിഫിക്കറ്റ്, ജോലിയെങ്കിൽ ജോലി, ഓഫീസെങ്കിൽ ഓഫീസ്, ജയിലെങ്കിൽ ജയില്, സ്റ്റേഷനെങ്കിൽ സ്റ്റേഷൻ. ഐ വിൽ കം വിത്ത് യു. ദൈവ പൈതലേ, ഞാനും നീ ഉടമ്പടി ചെയ്യുമ്പോൾ ഇതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ അവകാശികളാകുന്നെങ്കിൽ, അവകാശമാകാൻ കാരണം നമ്മൾ ഉടമ്പടി നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തമാക്കുന്നതാണ്. സ്വന്തമാക്കുന്നത് നിബന്ധന വഴിയാണ്. ആ നിബന്ധനകൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ദൈവത്തിന് സ്വന്തമാകാതെ മാറുന്നത് കൊണ്ടാണ് ജോഷുവ 7:12 പറഞ്ഞത്, ഞാൻ നിന്നെ വിട്ടുപോരുമെന്ന്. സ്തുതികളെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദൈവമേ, നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഉടമ്പടി ചെയ്ത മക്കളിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദൈവമേ, അത്ഭുതങ്ങളോടെ യാതൊരുവാരും സ്ഥിരീകരിക്കുന്നു, നിന്റെ സാന്നിധ്യത്തെ സ്ഥിരീകരിക്കുന്ന ദൈവമേ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി. ഒരു അർഹതയോ യോഗ്യതയോ അറിവോ ഉണ്ടായിട്ടല്ല ഞാനിവിടെ നിൽക്കണേ.
പരിശുദ്ധ അമ്മയുടെ കൃപയും പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കണതെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാൻ 2019 നവംബറിലാണ് ആദ്യത്തെ എൻ്റെ ഉടമ്പടി എടുത്തത്. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിൽ വരുന്നതും 2020 ഫെബ്രുവരിയിൽ ഞാൻ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞതാണ്. ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാനിപ്പോൾ ഇന്നെൻ്റെ 8ാമത്തെ ഉടമ്പടിയാണ്. ഇന്ന് 8ാമത്തെ ഉടമ്പടിയാണ് ഞാൻ പുതുക്കിയത്. എനിക്ക് കൂടുതലായിട്ട് ഭൗതിക കാര്യത്തെക്കാളും കൂടുതൽ ആത്മീയ വളർച്ചയിൽ ആണ് കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത്. ഭൗതികമായിട്ടുള്ള കാര്യം എന്നെ ഇവിടെ കൊണ്ടുവന്നത് എനിക്കൊരു ജോലി ഇല്ലാതെ, ജോലിയുടെ ബുദ്ധിമുട്ടിൽ ഒരു 15 മാസമായിട്ട് എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജോലിയുടെ ഇതിലാണ് ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ഇവിടെ വരാനും ഉടമ്പടി പുതുക്കാനും ഒക്കെ ആയിട്ട് സാധിച്ചത്. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഒരു 15 മാസമായിട്ട് എനിക്ക് ജോലി ഇല്ലായിരുന്നു. ഒരിടത്തുനിന്ന് ഒരു കോൾ ഉണ്ടായിരുന്നില്ല. ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി ബുദ്ധിമുട്ടി പ്രാർത്ഥിച്ചു. ഉടമ്പടിയിലായിട്ട് പോലും ഒത്തിരി പരീക്ഷണങ്ങൾ വന്നു. ദൈവത്തെ ഞാൻ ചോദിച്ചു, എന്താണ് ജോലി തരാത്തതെന്ന്. എനിക്കറിയാം ദൈവത്തിന് ഒരു നിമിഷം കൊണ്ട് തരാവുന്ന ജോലിയേ ഉള്ളൂ ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എനിക്ക് തന്നില്ല അത്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് അപ്പോഴൊന്നും മനസ്സിലായില്ല. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി, എന്നെ ഈ അൾത്താരെ കൊണ്ടുനിന്ന് സാക്ഷ്യം പറയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ ഈശോയും അമ്മയും ഇത്രയും നാളും എന്നെ ഡിലേ ആക്കിയെന്നുള്ളത്. ഈ 15 മാസത്തിൽ പലയിടത്തും ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്തു. എല്ലായിടത്തും റിജക്ഷൻ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത്. പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ മാക്സിമം വിശ്വസ്തയോടുകൂടി നിൽക്കാൻ ശ്രമിച്ചു. എന്നിട്ടും എപ്പോഴും റിജക്ഷൻ മാത്രമാണ് വരാറുണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ വരുന്നത് ദുബായിൽ നിന്നാണ്. ഇപ്പോൾ എനിക്ക് ഫെബ്രുവരി 2025 ഒരു 15 മാസത്തിന് ശേഷം ദുബായിൽ ഒരു ജോലി കിട്ടി. അത് ജോലി പെട്ടെന്നുള്ള ജോലിയായിരുന്നു. ഞാനും പ്രതീക്ഷിച്ചു പോലും ഉണ്ടായിരുന്നില്ല ജോലി കിട്ടുമെന്നോ. ഒരു ഇൻ്റർവ്യൂ ഓൾ ഓഫ് എ സഡൻ ഒരു കോൾ വന്നു. ഇൻ്റർവ്യൂ എടുത്തു. ഓൺ ദ സ്പോട്ടിൽ അവർ പറഞ്ഞു, യു ആർ സെലക്റ്റഡ്. വിതിൻ 15 days അവർ വിസ അയച്ചു തന്നു. എല്ലാ പ്രൊസീജിയേഴ്സും എല്ലാം മെഡിക്കലും എല്ലാം കഴിഞ്ഞ് ഞാൻ ഓൾമോസ്റ്റ് 15 to 20 days ഇവിടുന്ന് പോയി. പക്ഷേ അതിനു മുമ്പേ ഞാനിവിടെ ജാനുവരിയിൽ ഇവിടെ വന്നിരുന്നു. എൻ്റെ ഉടമ്പടി 7ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാനിവിടെ വന്നിരുന്നു. ജോസഫ് അച്ഛനെ കണ്ടു. ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. ഫെബ്രുവരി ഒരു ഫസ്റ്റ് വീക്ക് ആയപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. എന്നെ അവർ ഓൺ ദ സ്പോട്ടിൽ സെലക്ട് ആക്കി. വിത്തിൻ 1 week 2 weeksനുള്ളിൽ വിസ വന്നു. ഞാൻ പോയപ്പോഴും വീണ്ടും പരീക്ഷണമാണ്. അവിടെ എത്തിയപ്പോൾ പുതിയൊരു കമ്പനി, ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ ഫീൽഡിലുള്ള ആരുമില്ല. എനിക്ക് അതുമാതിരിയുള്ള റെസ്പോൺസിബിലിറ്റീസ് തന്നു. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്നുള്ളത്. വീണ്ടും ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഒന്നും എനിക്കറിയില്ലല്ലോ, ഒന്നും അറിയാത്ത ഈ ജോലിയിലേക്ക് എന്തിനാണ് എന്നെ കൊണ്ടുവന്നതെന്ന് ഞാൻ ചോദിച്ചു മാതാവിനോടും. പക്ഷേ മാതാവ് ഓരോ ദിവസവും കൂടെ നിന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു എല്ലാ കാര്യങ്ങളും. എനിക്കറിയാത്ത കാര്യങ്ങൾ വരെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും എനിക്ക് തന്നിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. ഓരോ ദിവസം രാവിലെ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകും. ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കേട്ടിട്ട് പോകും. അതിലൂടെ ഇൻസ്പിറേഷൻ കിട്ടുന്നതുകൊണ്ട് ഓരോ ദിവസവും എനിക്കറിയാത്ത കാര്യങ്ങൾ വൈകുന്നേരം വരുമ്പോൾ എത്ര സന്തോഷത്തോടെ തിരിച്ചു വരാൻ പറ്റുന്നുണ്ട്. പിന്നെ റെഗുലറായിട്ട് സാലറി കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും റെഗുലറായിട്ട് സാലറി കിട്ടും. പക്ഷേ അതിലൊരു ബുദ്ധിമുട്ടും വരുത്താതെ മാതാവ് കൂടെ നിർത്തി ആ കിട്ടുന്ന സാലറിയിൽ നിന്നും ഹാഫ് സാലറിയിൽ നിന്നും ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ സന്തോഷത്തോടു കൂടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോഴും ഒരിക്കലും മാതാവിനെ കുറ്റപ്പെടുത്താതെ കിട്ടുന്ന സാലറി കൊണ്ട് അവർ എഗ്രി ചെയ്ത സാലറി റെഗുലറായിട്ട് മന്ത്ലി കിട്ടാതെ ഹാഫ് സാലറി തരുമ്പോഴും ആ സാലറി കൊണ്ട് സന്തോഷത്തോടു കൂടെ പല പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒത്തിരി സന്തോഷത്തോടു കൂടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ജോലിയുടെ കാര്യമായിട്ടുള്ള ഉടമ്പടി സാക്ഷ്യമായിട്ട് പറയാനുള്ള. രണ്ടാമത്തെ ഉടമ്പടി സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു 13 വർഷമായിട്ട് അലർജി ഉണ്ടായിരുന്നു. സിവിയർ ആയിട്ടുള്ള അലർജി ആയിരുന്നു. അതായത് ശരീരത്തൊക്കെ തടിച്ചു വരുവാണ്. ഒത്തിരി മരുന്നുകൾ എടുത്തിരുന്നു. പുറത്ത് പോയി മെഡിസിൻ എടുത്തു. പല ഹോസ്പിറ്റലിലും പോയി മെഡിസിൻ എടുത്തു. ഒന്നിനും ഫലിച്ചിട്ടില്ല. പലയിടത്തും പല ടെസ്റ്റുകൾ പറഞ്ഞു. പല ഡോക്ടേഴ്സ് പറഞ്ഞു അത് ചെയ്യണം ഇത് ചെയ്യണം, പല മെഡിസിൻസ് കഴിക്കണം, സെഡേഷനായിട്ടുള്ള ടാബ്ലറ്റ്സ് തരുന്നുണ്ട്. ഒരു ടാബ്ലറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സെഡേഷൻ, ഉറക്കം, ജോലിക്ക് പോകുമ്പോൾ ഉറക്കം. അപ്പം ഞാൻ ഇത് ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നു അതിലൂടെ. പല ഡോക്ടേഴ്സ് പറഞ്ഞു ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണില്ല, ഇതിൻ്റെ കോസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണില്ല. ഓൾമോസ്റ്റ് ഒരു 13 years ആയിട്ട് ഇറ്റ് വാസ് എ സിവിയർ സഫറിങ് ബിക്കോസ് ഓഫ് ദിസ് ഇച്ചിങ്
അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി വന്ന് എടുത്തിട്ടും എനിക്ക് ഇച്ചിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു തവണ ഞാൻ യേശുവിനോട് പറഞ്ഞു, എൻ്റെ യേശു അപ്പാ, ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ടും എനിക്കിനി ഈ ടാബ്ലറ്റ് കഴിക്കാൻ പറ്റണില്ല. ഈ ടാബ്ലറ്റ് കഴിച്ചിട്ട് ഉറക്കം മാത്രമേ ഉള്ളൂ. ഈവൻ ജോലിക്ക് പോകുമ്പോഴും ഉറക്കം, രാത്രി കഴിച്ചാൽ രാവിലെ എണ്ണിക്കാൻ പറ്റാത്ത മാതിരിയുള്ള ഉറക്കം, പകല് കഴിച്ചാലും ഉറക്കം. അപ്പോൾ എല്ലാ സമയത്തും ടാബ്ലറ്റ് കഴിച്ചാലും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യേശുവോടും അമ്മ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഇനി എനിക്ക് ടാബ്ലറ്റ് കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതോടെ ഞാൻ ആ ടാബ്ലറ്റ് കഴിച്ചില്ല. പിന്നെ എപ്പോഴോ ഇത് മാറിപ്പോയെന്ന് പോലും അറിയില്ല. ഇപ്പോൾ ഒരു വർഷമായിട്ട് എനിക്ക് അലർജി എന്ന് പറയുന്ന ഒരു സംഭവമില്ല. എന്ത് ഫുഡ് കഴിച്ചാലും ഒരു പ്രോബ്ലവും ഇല്ല, ഒരു അലർജി ഇല്ല. ഓൾമോസ്റ്റ് മോർ ദാൻ 1 ഇയർ ഇപ്പം ഞാൻ ഒരു ടാബ്ലറ്റ് പോലും, മെഡിസിൻ്റെ ഒരു അലർജിയുടെ ഒരു ടാബ്ലറ്റ് പോലും എടുക്കണില്ല. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. ഇപ്പോൾ പലപ്പോഴും ഞാൻ 2019 ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്തത്. ഇന്ന് ഞാൻ വന്നത് 8ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ടാണ്. ഇന്ന് ഞാൻ ഉടമ്പടി പത്രം കയ്യിലെടുത്തപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ്, ഞാൻ എന്താണ് എഴുതേണ്ടത് ഇതിനകത്തുനിന്ന്? എനിക്കിപ്പോൾ സത്യം പറഞ്ഞ ഭൗതികമായിട്ട് എഴുതാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നു. ഇന്ന് എന്നോട് മാതാവിൻ്റെ മനസ്സിൽ പറഞ്ഞു, ജസ്റ്റ് റൈറ്റ് താങ്ക് യു ലോർഡ്, താങ്ക് യു ടു ജീസസ് ക്രൈസ്റ്റ്. ഇത് മാത്രമാണ് എനിക്ക് അതിനകത്ത് എഴുതാൻ, വേറെ ഒന്നും എനിക്ക് ഭൗതികമായിട്ട് എഴുതാനായിട്ട് ഒരു കാര്യവും അതിനകത്ത് കിട്ടണുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഉടമ്പടി പത്രത്തിനകത്ത് വെറും ഒരു നിയോഗവും ഒന്നുമില്ലാതെ മാതാവ് എനിക്ക് പറഞ്ഞു തന്നു, ജസ്റ്റ് റൈറ്റ് താങ്ക് യു ടു ജീസസ് ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ് യു ഹാവ് റിസീവ്ഡ്. ലൈക്ക് വേറെ ഒന്നും എഴുതാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഞാൻ എഴുതി വെച്ചു, വേറെ ഒരു നിയോഗവും ഇല്ലാതെ ജസ്റ്റ് താങ്ക് യു ജീസസ് ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ് യു ഹാവ് ഗിവൺ അസ്. എനിക്ക് മാത്രം എൻ്റെ കുടുംബത്തിന് ഒത്തിരി അനുഗ്രഹങ്ങളും ഓരോ ദിവസവും ഞങ്ങളെ സംരക്ഷിച്ച് നടത്തുന്ന ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. ഈ ഒരു പോറൽ പോലും വരുത്താതെ, ഒരു മുള്ളിൻ്റെ വേദന പോലും വരുത്താതെ ഇപ്പോഴും ഈ അൽത്താരയിൽ മാതാവും ഈശോപ്പയും കൊണ്ടു നിർത്തിയത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതം മാത്രമാണെന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാം. ഇപ്പോൾ ഇവിടെ വരാൻ സാധിച്ചത് തന്നെ, ഞാനിപ്പോൾ പോയിട്ടൊരു 7 മാസമേ ആയിട്ടുള്ളൂ. ജപമാല റാലിക്ക് വരണമെന്നുള്ള ഒത്തിരി ആഗ്രഹത്തോടു കൂടിയാണ് ഇപ്പോൾ ഇന്ന് ഞാൻ വന്നത്. അപ്പോൾ ഇത് എൻ്റെ 3ാമത്തെ ജപമാല റാലിയാണ്. കഴിഞ്ഞ വർഷം ദൈവാനുഗ്രഹം കൊണ്ട്, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഈ വർഷം ജപമാല റാലിയിൽ പങ്കെടുക്കാനായി മാതാവ് തന്ന ഒത്തിരി കൃപയ്ക്കും യേശുവയ്ക്കും നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ മംഗലാപുരത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മംഗലാപുരത്ത് നിന്ന് ഞാൻ കാസർഗോഡ്, കാഞ്ഞങ്ങാട് ഒക്കെ ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു, മെഡിക്കൽ കോളേജ്. ബിക്കോസ് എനിക്ക് മംഗലാപുരത്തെ ലാംഗ്വേജ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് ട്രെയിനിൽ കാസർഗോഡ്, കാഞ്ഞങ്ങാട് മെഡിക്കൽ ഹോസ്പിറ്റലിലൊക്കെ പോയി, മെഡിക്കൽ കോളേജിൽ പോയി അവിടുത്തെ പേഷ്യൻസിനെ കാണുകയും അവർക്ക് ഉടമ്പടി തൈലം പുരട്ടി കൊടുക്കുകയും പത്രങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് പല കുടുംബങ്ങളുമായിട്ട് ഒത്തിരി ബന്ധമായി. ഇപ്പോൾ അവർ വിളിക്കുകയും അവരോട് സംസാരിക്കുകയും അവരുടെ സ്നേഹത്തിൽ അവരെ അറിയാൻ പാടില്ലാത്ത ഒത്തിരി ആൾക്കാരുമായിട്ട് ഇപ്പോൾ എനിക്ക് പരിചയമായി. മീൻസ് അവരെ കാണാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ ഇപ്പോഴും കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ, ഞാൻ ഈ മംഗലാപുരത്ത് നിന്ന് ഇത്രയും ദൂരെ എന്തിനാണ് പോകുന്നത്? മാതാവേ, എനിക്ക് വേറെ ഒരു വഴി കാണിച്ചു തരണം, എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ. അപ്പം മംഗലാപുരത്ത് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു 2 ബസ് പോയിട്ട് ഒരു ക്യാൻസർ സെൻ്റർ ഉണ്ട് അവിടെ. അതായത് ലാസ്റ്റ് സ്റ്റേജിലായിട്ടുള്ള പേഷ്യൻസിനാണ് അവിടെ അഡ്മിറ്റ് ആവുന്നത്. അതായത് അവരെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ലാസ്റ്റിലായിട്ടുള്ള, അതും ആവേ മരിയ പാലിയേറ്റീവ്, മാതാവിൻ്റെ പേരിലുള്ള ഒരു പാലിയേറ്റീവ് കെയറിൽ മാതാവ് എന്നെ കൊണ്ടുവിട്ട് അവിടെ ഞാൻ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ജോലിക്ക് പോണ മാതിരി എല്ലാ ദിവസവും പോയി അവിടുത്തെ പേഷ്യൻസിനെ ശുശ്രൂഷിക്കുകയും അവർക്ക് മാക്സിമം അവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് അവർക്ക് എല്ലാ ദിവസവും ഉടമ്പടി തൈലം പുരട്ടി കൊടുക്കുകയും ചെയ്യാറുണ്ട്. ചിലപ്പോൾ അവർ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലുള്ള പേഷ്യൻസ് ആണ്. അപ്പോൾ അവരുടെ ഒരു അനുഗ്രഹം എന്ന് പറയുമ്പോൾ അവർ നമ്മുടെ കയ്യിൽ, യേശു അപ്പയുടെ കൈയാണ് നമ്മുടെ കൈകളിൽ പിടിക്കുന്നത്. അവരെ ചിലപ്പോൾ നമ്മൾ പിറ്റേ ദിവസം പോകുമ്പോൾ അവരുണ്ടാവില്ലായിരിക്കും. അപ്പോൾ അവരെ അവസാനമായിട്ടൊന്ന് കുളിപ്പിച്ച് അവരുടെ ഉടമ്പടി തൈലം പുരട്ടി കൊടുക്കാനുള്ള ഈ കൃപയൊക്കെ സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയും ഈ ഉടമ്പടിയിലൂടെ മാത്രമാണ് ഇതെല്ലാം കിട്ടിയത്. അതുകൂടാതെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടുത്തെ പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിന് ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്, ഫുഡ് കൊടുക്കാനായിട്ട് എല്ലാ ദിവസവും ഒരു 600 പേർക്ക് ഫുഡ് സെർവ് ചെയ്യാനായിട്ട് അവിടെയും അവിടെ കൂടെ ഇരുന്ന് സെർവ് ചെയ്യാനായിട്ടുള്ള ആ കൃപയും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ജോലി ചെയ്യുന്ന മാതിരി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യാൻ സാധിച്ചു. പിന്നെ അതുകൂടാതെ ഉടമ്പടി പത്രം ഞാൻ കൊടുക്കുമ്പോൾ
ഉടമ്പടി പത്രം ആദ്യമൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാറുണ്ടായിരുന്നില്ല. ഞാൻ സാധാരണ പോയി കൊടുക്കാം. പക്ഷേ ഇപ്പോൾ എനിക്കത് കൊടുക്കുമ്പോൾ എനിക്ക് ദൈവത്തെ കൈമാറുന്നു, ദൈവത്തിൻ്റെ വചനം കൈമാറുന്നു. ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ ഒത്തിരി അറിവ് എനിക്ക് കിട്ടി. ഇപ്പോൾ ഞാൻ ആ പത്രം അത് വായിക്കാൻ ശ്രമിക്കും, കംപ്ലീറ്റായിട്ട് വായിക്കാൻ ശ്രമിക്കും. അതിൽ ഉടമ്പടി തൈലം പുരട്ടിയിട്ട് ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അത് പ്രിൻ്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്ത് പത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അതുകൂടാതെ മാതാവിൻ്റെ കാശിരൂപം വാങ്ങി വഴിയിലൊക്കെ പോയി ആൾക്കാർക്കൊക്കെ കയ്യിൽ കാണുന്നവർക്കൊക്കെ ബ്ലസ്ഡാന്ന് പറഞ്ഞ് കൊടുക്കുകയും അവർക്ക് മാതാവിനെ പറ്റി അറിയാത്തവർക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള അറിവൊക്കെ മാതാവ് ഇപ്പോഴും തരുന്നുണ്ട്. കൂടുതലും ഞാൻ പത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ്. ഞാൻ മംഗലാപുരത്ത് നിന്ന് ഗോവയിൽ പോയി പത്രം കൊടുക്കാറുണ്ട്. പിന്നെ അറിയാത്ത പള്ളികളിൽ ഇപ്പോൾ കുറേ ഇൻറ്റീരിയറായിട്ടുള്ള റിമോട്ട് ഏരിയാസിലുള്ള പള്ളികളിലൊക്കെ അവിടെ കൃപാസനത്തെ പറ്റിയൊന്നും അവർക്ക് അറിയുണ്ടായിരിക്കും. അപ്പോൾ അവിടെ പോയി മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കൃപ തന്നു. പലർക്കും എല്ലാവർക്കും അറിയാം, പക്ഷേ ചില ഏരിയാസിലൊന്നും ചില പള്ളികളിലൊന്നും ഈ കൃപാസനം മാതാവിനെ അറിയാത്ത പള്ളികളിൽ മാതാവിനെ കൊണ്ടുപോയി പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ അവിടെ എല്ലാം കൊണ്ടുപോയി എന്നെ കൊണ്ട് പത്രം കൊടുപ്പിക്കാനുള്ള ആ കൃപയും അനുഗ്രഹങ്ങളും ഒത്തിരി തന്നിട്ടുണ്ട്. ആ ഒരു കൃപയാണ് ഈ ഉടമ്പടി കൂടെ എനിക്ക് ഏറ്റവും കിട്ടിയത്. പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കാനും രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സഹായിക്കാനും ഉള്ള ഒരു നല്ല മനസ്സ് എപ്പോഴും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഇതൊന്നും ഉണ്ടായിരുന്നു. നേരത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്താണെന്ന് പോലും കണ്ടിട്ടില്ല, പുറത്തുനിന്നുള്ള കാണുന്ന. ഇപ്പോൾ അവിടെ പോകുമ്പോൾ അവിടുത്തെ ആ രോഗികളെ കാണുമ്പോൾ ദൈവം നമ്മളെ എത്രമാത്രം സംരക്ഷിക്കും എന്നുള്ള ഒരു അനുഗ്രഹവും അറിവും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നടത്തുന്ന യേശുക്ക് ഒത്തിരി നന്ദി പറയാനുള്ള സാധിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷക പ്രവർത്തനം. പിന്നെ ആവശ്യമുള്ളവർക്ക് കിട്ടുന്ന പൈസ ഫിനാൻഷ്യലി ആയിട്ട് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഒരു മടി കൂടാതെ ദൈവത്തോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, അത് അറിയിക്കുന്ന ആൾക്കാരെ എനിക്ക് കാണിച്ചു തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് അറിയില്ല ആർക്കാണ് കൊടുക്കേണ്ടത്. അത് അർഹിക്കുന്നത് യേശു അപ്പായ്ക്ക് ആവശ്യമുള്ളവരെ ആഗ്രഹിക്കുന്ന ആളെ കാണിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ എനിക്ക് ആരെങ്കിലും കാണിച്ചു തരും. ഒരു ജെനുവിനായിട്ട് അവർക്ക് പൈസയുടെ ആവശ്യമുള്ള ആൾക്കാരെ കാണിച്ചു തരാറുണ്ട്. അത് മാതാവ് കൂടെ വന്ന് കാണിച്ചു തരാറുള്ളൊരു ഫീലിംഗ് എപ്പോഴും ഉണ്ടാവാറ്. പിന്നെ മാതാവിൻ്റെ ഒരു പ്രസൻസ് എപ്പോഴും ഉണ്ടെന്നുള്ള നല്ലൊരു ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ കൂടെ ഉണ്ട്. പിന്നെ വേറെ ഒരു കാര്യം ഞാനൊരു കാര്യം പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ, അതായത് ജാനുവരിയിൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, ഇവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അടുത്ത തവണ വരുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയണം, അതും ഈ സിസ്റ്ററിൻ്റെ കൂടെ നിന്ന് സാക്ഷ്യം പറയണമെന്നുള്ളത്. എനിക്ക് സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഇന്ന് എന്നെ കാണിച്ചു. ഞാൻ മുകളിൽ സാക്ഷ്യപത്രം എഴുതിക്കൊണ്ട് ഈ സിസ്റ്ററെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ മാതാവിനെ ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു. ഈ സിസ്റ്ററിനോട് കാര്യം പറഞ്ഞില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്, എൻ്റെ മാതാവ് എനിക്ക് അടുത്ത പ്രാവശ്യം സാക്ഷ്യം വരുമ്പോൾ ഈ ജീന സിസ്റ്ററിൻ്റെ അടുത്ത് നിന്നോട് സാക്ഷ്യം പറയണത് എൻ്റെ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ പറയുന്ന സാക്ഷ്യമാണ്. ഇത് എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു. മാതാവ് എൻ്റെ ചാൻസ് വന്നപ്പോൾ തന്നെ സിസ്റ്ററിനെ ഇവിടെ കൊണ്ട് നിർത്തിയത്. ഇത് സത്യം പറഞ്ഞ നന്ദിയോട് ഞാൻ മാതാവിനെ സ്തുതിക്കുന്നു. എൻ്റെ യേശോയ്ക്ക് നന്ദിയോട് സ്തുതിക്കുന്നു. എല്ലാ കൃപകൾക്കും നന്ദി. എൻ്റെ പേര് ഷാനു. ഞാൻ വരുന്നത് ഇവിടെ ആലപ്പുഴ പാതിരപ്പള്ളിയിൽ നിന്ന് തന്നെയാണ്. ഞാൻ ഉടമ്പടി എടുത്തത് ഈ വർഷം 1 മീൻസ് ജനുവരിയിലായിരുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാനൊരു 2022 തൊട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട്. 3 തവണ ഞാൻ OET എഴുതി, കിട്ടി. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. ഒത്തിരി പൈസ ഞാൻ OET എഴുതാൻ വേണ്ടിയിട്ട് ചിലവാക്കി. പക്ഷേ OET എഴുതിയതല്ലാണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. എല്ലാം ഡിലേ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് ഒത്തിരി ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നു. അപ്പം ഞാൻ ജോലിക്ക് കയറാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനിവിടെ എറണാകുളത്ത് ജോലിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ വഴിയായിട്ട് ഇങ്ങനെ സൗദി പ്രോസസ്സിങ് നോക്ക്, അതിനിപ്പോൾ ചാൻസ് ഉണ്ട്, ഒത്തിരി ഇൻ്റർവ്യൂ വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണ് സൗദി. എനിക്ക് പോകാൻ അങ്ങനെ താല്പര്യമേ തോന്നിയിട്ടില്ല. എന്നാലും മാതാവ് തോന്നിക്കുന്നതാണെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ സൗദി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു.
സൗദി സ്റ്റാർട്ട് ചെയ്ത് ആദ്യം എല്ലാം വളരെ എളുപ്പമായിരുന്നു. എല്ലാം പെട്ടെന്ന് എൻ്റെ പ്രോസസ്സിങ് നടന്നു. അത് കഴിഞ്ഞ് എക്സാം ആയപ്പോൾ എല്ലാവരും പറഞ്ഞു ഭയങ്കര പാടാണ്, ഏറ്റവും കൂടുതൽ കുറേ പഠിക്കണം, 4 മണിക്കൂർ എക്സാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ജോലി ചെയ്തുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഈവനിങ് ഡ്യൂട്ടി ഉള്ളപ്പോൾ മാത്രം എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലാണ്ട് മോർണിംഗ് ആകുമ്പോൾ ഞാൻ താമസിച്ച് വരുന്നത് കാരണം ക്ലാസ്സിൽ കയറാൻ പറ്റത്തില്ല. പിന്നെ എല്ലാവരും ക്രാഷ് കോഴ്സ് കൂടുന്നുണ്ട്, എനിക്ക് ക്രാഷ് കോഴ്സിന് പോകാൻ വേണ്ടിയുള്ള ലീവ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഒന്നും പഠിക്കാതെ പരീക്ഷ എഴുതാൻ വേണ്ടി ഇവിടുന്ന് ബാംഗ്ലൂർ വരെ പോയി. ഒത്തിരി പൈസ മുടക്കി ബാംഗ്ലൂർ പോയിട്ട് തോറ്റുപോയി എന്താകും എന്നുള്ള വിചാരമായിരുന്നു. പക്ഷേ മാതാവ് ജയിപ്പിക്കും എന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിച്ചു. അവിടെ പോയിട്ട് 12 മണിക്കായിരുന്നു എൻ്റെ എക്സാം. ഞാൻ ഒരു 10:30 എത്തി. അവരെന്നെ 11 മണിയായപ്പോൾ തന്നെ അകത്തേക്ക് കയറ്റി. ഞാൻ അവിടെ കയറുന്നതിന് മുന്നേ തൈലം നെറ്റിയിൽ പൂശി പ്രാർത്ഥിച്ച് പ്രതിഷേധന പ്രാർത്ഥന ചൊല്ലി ഞാൻ കയറി. ഫസ്റ്റ് പാർട്ട് എനിക്ക് വളരെ സിമ്പിളായിട്ട് തോന്നി. രണ്ടാമത്തെ പാർട്ടായപ്പോൾ റിസർച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് അതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റിന് പോലും ആൻസർ അറിയില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, സമയം തീരും എന്നുറപ്പായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥന ചൊല്ലി, അവിടെ ഇരുന്നുകൊണ്ട് പ്രതിഷേധന പ്രാർത്ഥന ചൊല്ലി. എനിക്ക് എന്ത് തോന്നുന്നോ അതാണ് ഞാൻ അവിടെ അടയാളപ്പെടുത്തിയത്. അത് കറക്റ്റാണോ എന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്തു. സമയം നോക്കിയപ്പോൾ എനിക്ക് 1 മണിക്കൂർ കൂടി പിന്നെയും ബാലൻസ് ഉണ്ടായിരുന്നു. 4 മണിക്കൂറിൻ്റെ എക്സാം ഞാൻ 3 മണിക്കൂറിൽ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ എനിക്കറിയില്ല ഞാൻ കറക്റ്റായിട്ടാണോ അടയാളപ്പെടുത്തിയെന്ന്. അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് മന്ത് ലാസ്റ്റ് ആയപ്പോൾ എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചു. ഞാൻ പാസ്സായി എന്ന് പറഞ്ഞു. പാസ്സായതിൻ്റെ അകത്ത് നിന്ന് മാർക്ക് നോക്കിയപ്പോൾ ഞാൻ ഒന്നും അറിയാതെ അടയാളപ്പെടുത്തിയതിനാണ് എനിക്ക് ഏറ്റവും മാർക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്കറിയാവുന്നും പറഞ്ഞ് ചെയ്തതിനൊന്നും അല്ല എനിക്ക് ശരിക്കും മാർക്ക് കിട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് QVP എന്ന് പറഞ്ഞൊരു പ്രോസസ്സിങ് ഉണ്ടായിരുന്നു. അത് ഒത്തിരി പേർക്ക് ഡിലേ വരുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്കും ഏജൻസി എന്ന് പറഞ്ഞത് 2 ആഴ്ചക്കുള്ളിൽ QVP ക്ലിയർ ആകും എന്നായിരുന്നു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, എൻ്റെ QVP ക്ലിയർ ആയില്ല. അപ്പോൾ ഏജൻസി പറഞ്ഞു ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി പോയിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്ക്, എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് കൊണ്ടാണോ തൻ്റെ QVP ക്ലിയർ ആവാത്തതെന്ന്. അവിടെ ചെന്നു. അവിടെ ഇരുന്ന സാറിനോട് സംസാരിച്ചു. പക്ഷേ ആ സാറ് ഞാൻ സംസാരിക്കുന്നതല്ലാണ്ട് എൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയ പോലും ചെയ്തിട്ടില്ലായിരുന്നു. 3 മണിവരെ ഞാൻ ഇവിടുന്ന് ഹൈദരാബാദിന് പോയി അവിടെ നിന്ന് നോക്കിയതല്ലാണ്ട് ആ സാറിൻ്റെ ആപ്ലിക്കേഷൻ നോക്കിയില്ല. 3 മണിയായപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ച് പുറത്ത് വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ജൂനിയർ അവിടെ ഉണ്ടായിരുന്നു. അവളാ പറഞ്ഞത് അവിടെ ഒരു മാഡം ഉണ്ട്, പോയി സംസാരിച്ച് നോക്ക്, ആ മാഡത്തിന് ചിലപ്പോൾ പറയാൻ പറ്റും എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ ആ മാമിൻ്റെ ക്യാബിൽ ചെന്നപ്പോൾ ആ മാഡം ഒരു മീറ്റിങ്ങിന് പോയി. അവിടെ നിന്ന് ഒരു സെക്യൂരിറ്റി ചേട്ടൻ എന്നോട് പറഞ്ഞു ഒരു സാർ അകത്തുണ്ട്, ആ സാറിനോട് പോയി ഒന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞു. ആ സാറിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കരച്ചിൽ വരുമായിരുന്നു. ആ സാറിനോട് സംസാരിച്ചപ്പോൾ ആ സാറ് എൻ്റെ വിഷമം കണ്ടിട്ട്, ആ സാറിൻ്റെ ജോലി പോലും അല്ല എൻ്റെ ആപ്ലിക്കേഷൻ നോക്കേണ്ടത്, വേറെ ഏതോ പോസ്റ്റിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. എന്നിട്ടും എൻ്റെ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയിലോട്ട് എൻ്റെ ആപ്ലിക്കേഷൻ ചെന്നിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ ഡിലേ ആവുന്നത്. പിന്നെ ഞാൻ വീണ്ടും റീഅപ്ലൈ ചെയ്യണമായിരുന്നു. അതിന് 1 ആഴ്ച കൂടി ടൈം എടുക്കും. അപ്പോൾ ഞാൻ അവിടുന്ന് തിരിച്ചു പോന്നു. ഒന്നും സാധിക്കാതെ ഞാൻ ഇവിടുന്ന് ഹൈദരാബാദ് പോയി തിരിച്ചു വന്നു. നല്ല വിഷമം ഉണ്ടായിരുന്നു, അത്രയും പൈസ മുടക്കി പോയിട്ട് ഒന്നും ആയില്ലല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ തിരിച്ചു വന്ന് കഴിഞ്ഞിട്ട് 1 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഏജൻസിയിൽ നിന്ന് തന്നെ വിളിച്ചു. ഞാൻ വിചാരിച്ചത് എന്തേലും എൻ്റെ QVPയുടെ കാര്യം പറയാനായിരിക്കും എന്നാണ് വിളിച്ചത്. ഞാൻ ജോലിയിലായിരുന്നു. എടുത്തു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത് എൻ്റെ വിസ വന്നു എന്നായിരുന്നു. QVP ക്ലിയർ ആകുമ്പോൾ എല്ലാവരോടും പറയും QVP ക്ലിയർ ആയെന്ന്. പക്ഷേ എൻ്റെ QVP ക്ലിയർ ആയതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ എൻ്റെ ക്ലിയറായി. എൻ്റെ വിസ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ QVP ക്ലിയർ ആയ കാര്യം. അത് കഴിഞ്ഞിട്ട് വിസ വന്ന് 1 മന്തിനുള്ളിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ നാളെ പോവുകയാണ് സൗദിക്ക്. അമ്മ മാതാവ് ഈശോ എനിക്ക് തന്ന അനുഗ്രഹത്തിന് 1000 നന്ദി. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് എന്നെക്കൊണ്ട് പറ്റാവുന്ന സഹായം എന്നോട് ചോദിക്കുന്ന എല്ലാവർക്കും ചെയ്യാറുണ്ട്. അല്ലാണ്ട് ഒരു നേഴ്സിംഗ് ഫീൽഡിലായതുകൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ എപ്പോഴും ഇങ്ങനെ കാരുണ്യപ്രവൃത്തിക്ക്, അതായത് രോഗി സഹായം, പൈസ, ട്രാൻസ്പ്ലാന്റിനൊക്കെ പൈസ ചോദിച്ചിട്ടുള്ള എല്ലാ ഇതും വരാറുണ്ട്. അങ്ങനെ കാണുന്നതിൻ്റെ അകത്തൊക്കെ എൻ്റെ കയ്യിലുള്ള ഒരു പൈസ ഞാൻ അവർക്ക് കൊടുക്കും. പിന്നെ ഇവിടുന്ന് പത്രം വാങ്ങിച്ചു കൊണ്ടേ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഒരു ബൈബിൾ വാക്യം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് എറണാകുളത്ത് നിന്ന് ഒത്തിരി പേരെന്നോട് പറയും ഇവിടുന്ന് വരാൻ നേരത്ത് പത്രം കൊണ്ടുവരണം. അങ്ങനെ പറയുന്ന എല്ലാവർക്കും ഞാൻ വാങ്ങിയിട്ട് കൊണ്ട് കൊടുക്കും. മറക്കാതെ ഇവിടെ വന്ന് ചെയ്തിട്ടേ ഞാൻ പോവാറുള്ളൂ. അമ്മ മാതാവ് ഈശോയും തന്ന അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി.